അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്തില്ല എങ്കിൽ, അതായത് മനസ്സിലാക്കുക, ഗ്ലോബലായിട്ടുള്ള നിങ്ങൾ ഒരു 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 100 ബിഗ് ഇൻവെസ്റ്റേഴ്സിനെ എടുക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട, അതിനകത്ത് 70-80% അമേരിക്കൻ ബേസ്ഡ് ഇൻവെസ്റ്റേഴ്സാണ്. അവരിന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല എങ്കിൽ ഇന്ത്യയുടെ ഗതി അധോഗതിയാണ്. സിമ്പിളാണിത്. ഗുജറാത്തിയായ മോദിക്ക് ഇത് അറിയത്തില്ല, അറിയാം. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഇടപെട്ട് അമേരിക്ക ഇനിയും പിണക്കേണ്ട ആവശ്യമില്ല, അമേരിക്ക പറയുന്ന ലൈനിൽ പോകാം. അതാണ് ഇന്ത്യ ബ്രിക്സിൽ നിന്നും പിന്മാറിയത്, അതായത് നേവൽ എക്സസൈസിൽ നിന്നും പിന്മാറിയത്. മറ്റൊരു ഘടകം കൂടിയുണ്ട്, കോഡ്. എന്താണ് കോഡ്? ചൈനയെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയുമായിട്ട് ഒരുമിച്ചിരിക്കുന്നൊരു ഫോറമാണ് കോഡ്. ഏതിനെതിരെ കൊണ്ടുവന്ന്? SCOയ്ക്കെതിരെ, ചൈനയുടെ ആധിപത്യം കൺട്രോൾ ചെയ്യാൻ വേണ്ട സംഭവമാണ് ഈ കോഡ്. അതിൻ്റെ ഭാഗമായിട്ട് മരറ്റായി, അതായത് ഇന്ത്യക്ക് ഈ പറയുന്ന ജപ്പാനും ഓസ്ട്രേലിയയും ഫണ്ട് ചെയ്ത് അമേരിക്കൻ ടെക്നോളജിയിൽ അന്തർവാഹിനികളും വെസൽസും ഈ സംഭവങ്ങൾ ഇന്ത്യ പെട്രോളിംഗ് നടത്തും. അതായത് ഇന്ത്യൻ നേവൽ ഫോഴ്സിനെ അപ്ഗ്രേഡ് ചെയ്ത് ഗ്ലോബൽ ക്ലാസ്സിലോട്ട് കൊണ്ടുവരിക. കാരണം ഇന്ത്യയിൽ മാൻ പവർ ഉണ്ട്, ഇന്ത്യൻ നേവി വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ കയ്യിൽ ഇത്രയും പണമില്ല. അപ്പോൾ ഇവരുടെ സഹായവും ടെക്നോളജിയും സഹായത്തോടു കൂടി ഇന്ത്യയിൽ വെസൽസ് ഉണ്ടാക്കുന്നു, അതായത് ഡിഫൻസിൻ്റെ വെസൽസ് ഉണ്ടാക്കുന്നു, അന്തർവാഹിനി ഉണ്ടാക്കുന്നു. ഇതായിരുന്നു പ്ലാൻ. അപ്പം ഇന്ത്യയോട് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകിൽ ബ്രിക്സിൽ നിൽക്കുകയാണെങ്കിൽ, ചൈനയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം, പക്ഷെ കോഡിനകത്ത് പിന്നെ കാണില്ല. കോഡിൻ്റെ എല്ലാ പ്രോജക്റ്റുകളും ഈ പറയുന്ന ഇന്ത്യക്ക് കൊടുക്കേണ്ട എല്ലാ സഹായങ്ങളും, ടെക്നോളജി ആണെങ്കിലും മറ്റുള്ള രീതി, ഈ സാധനങ്ങൾ ഇല്ലാതാകും. ഇതാണ് സംഭവം. അപ്പോൾ ഈ ഇന്ത്യയുടെ മുമ്പിലുള്ള ചോദ്യമാണ്, ബ്രിക്സ് വേണോ കോഡ് വേണോ? ഇന്ത്യ തീരുമാനിച്ച കോഡ് മതി. കാരണം അതാണ് ഇന്ത്യക്ക് പോസിറ്റീവായിട്ട് പോകാവുന്ന കാര്യം. അല്ലെങ്കിൽ ജപ്പാനോടും ഓസ്ട്രേലിയയോടും അമേരിക്കയായിട്ട് ഇന്ത്യ തെറ്റും. അതോടുകൂടി നമ്മൾ മനസ്സിലാവില്ല, ജാപ്പനീസ് കമ്പനികളാണ് ഈ അന്തർവാഹിനിയുടെയും ഈ പറയുന്ന ഈ വിമാനവാഹിനി കപ്പലുകൾ ഇതിൻ്റെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയും, ഓസ്ട്രേലിയ ഉൾപ്പെടെ. ടെക്നോളജിക്കൽ ഇൻപുട്സ് വരുന്ന അമേരിക്കയാണ്, ഇതിൻ്റെ ഇൻ്റലിജൻസ് സഹായങ്ങളെല്ലാം വരുന്ന അമേരിക്കയാണ്. ഈ രീതിയാണ്. കാരണം ഇൻഡോ പസഫിക്, ചൈന ആ ഭാഗത്ത് പെട്രോളിംഗ് നടത്തുക, ഇതാണ് കോഡിൻ്റെ ഉദ്ദേശം.